വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ദേവനന്ദു ക്രിയേഷൻ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീണ്ടും ഒരു ട്രിപ്പ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അങ്കിളുടെ വീട്ടിലായിട്ട് പോവാണ്. അപ്പോൾ അമ്മമ്മ രാവിലെ തന്നെ എണീച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. എനിക്ക് അങ്കിള് രാവിലെ എണീച്ചത് കൊണ്ട് തന്നെ എൻ്റെ കിളി മൊത്തത്തിലേ പോയിട്ടിരിക്കുകയാണ് ഞാൻ. അപ്പം ഞങ്ങൾക്ക് 4:50 കേട്ടോ ട്രെയിൻ വരുന്നത്. അപ്പോൾ ഞങ്ങൾ 4:15 തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പെട്ടിങ്ങടക്കൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഓരോരുത്തർ ഓരോരോ ബാഗൊക്കെ എടുത്ത് ഇങ്ങനെ മുമ്പിലും ഫ്രണ്ടിലൊക്കെ ആയിട്ട് മുമ്പിലും ബാക്കിലൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ബുക്ക് ചെയ്തത് AC ട്രെയിനാണ് കേട്ടോ. ഈ ചൂടത്ത് അതൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ AC ട്രെയിനിൽ കയറി സീറ്റ് അറേഞ്ച്മെൻറ്റ് നോക്കുകയാണ് കേട്ടോ. ഞാനിതേ ബാക്കിൽ കിള്ളി പോയിട്ട് വരുന്നുണ്ട്, എനിക്കൊന്നും തിരിയുന്നില്ല. അപ്പം ഞങ്ങളിതാ കയറിയിരുന്നു. ചേച്ചി ചെറുതായിട്ടൊന്നും സൈഡായിട്ടുണ്ടായിരുന്നു, അതാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സീറ്റ് മാറി ഇരുന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ ബാക്കിൽ ഒരാൾ മുമ്പിൽ, അങ്ങനെയായിരുന്നു. ഫുൾ ബുക്ക്ഡ് ആയിരുന്നു AC ട്രെയിന്. പിന്നെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ആ ഗ്ലാസ്സിൽ കൂടെ കാണാം. പിന്നെ കുറേ സ്ഥലത്ത് നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ നല്ല മഴക്കാറും നല്ല മഴ അടിപൊളിയായിട്ട് കണ്ട് ഞങ്ങൾ മാവേലിക്കര എത്തി. അപ്പോൾ മാവേലിക്കരയാണ് കേട്ടോ ആ അങ്കിളുടെ വീട് വരുന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾ മാവേലിക്കര എത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ നേരം കൂട്ടിയിട്ട് എത്തിയതാണ് കേട്ടോ. ഉറങ്ങിയും ഷോർട്സൊക്കെ കണ്ട് അങ്ങനെ എത്തിയതാണ്. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അച്ഛൻ്റെ കൂടെ നടക്കുന്നതാണ് കേട്ടോ അങ്കിള്. അപ്പോൾ ഞങ്ങളിതാ ഓട്ടോയിൽ കയറി. അങ്കിള് മുമ്പിൽ സ്കൂട്ടിയിൽ പോയി. ഞങ്ങൾക്ക് വഴി അറിയാത്തതുകൊണ്ട് അങ്കിള് മുമ്പിൽ സ്കൂട്ടിയിലാണ് പോകുന്നത്. ഞങ്ങൾ 5 പേരിലുണ്ട് ഓട്ടോയിൽ മടിയൊക്കെ ആയിട്ടാണ് കേട്ടോ ഇരുന്നത്. അച്ഛൻ്റെ കൈ ഏലില്ലാത്തതുകൊണ്ടാണ് വീട് ജസ്റ്റ് ഒന്ന് ഷെയ്ക്കായി പോയത്. പിന്നെ നല്ല അടിപൊളി റോഡ് വേണ്ട കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ബേക്കറി വാങ്ങാൻ വേണ്ടി കയറി. ഇതാണ് കേട്ടോ വീട്. അച്ഛനും അമ്മമ്മയും 2 മക്കളും ഒക്കെ ആയിട്ട് അടിപൊളി ഒരു കുഞ്ഞു ഫാമിലിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വേഗം അവരോടൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് നേരെ കുളിച്ച് മാറ്റാൻ വേണ്ടി പോയി. ഒന്ന് കുളിച്ച് മാറ്റിയിട്ട് ഞങ്ങൾ വേഗം ചക്കുളത്ത് കാവിലാണ് കേട്ടോ പോയത്. അപ്പോൾ ആ ചക്കുളത്ത് കാവിൽ വന്നിട്ട് നല്ലോണം പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്താ ചെയ്തേ, കുറേ ഫാൻസിയൊക്കെ ഉണ്ടായിരുന്നു വരുന്ന വഴിക്ക്. പിന്നെ അമ്മേനോട് ഞാൻ കുറേ കെഞ്ചി, അതൊക്കെ വാങ്ങിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ച് കെഞ്ചി. പക്ഷേ ഒന്നും നടന്നില്ല, അതൊക്കെ 3 പോയി. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നുണ്ട്. നല്ല അടിപൊളി ക്ഷേത്രമാണ്. അവിടെ കുളത്തിലൊക്കെ കാലൊക്കെ കഴുകി. നല്ല തണുപ്പായിരുന്നു കേട്ടോ, വെള്ളത്തിനൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അമ്മേൻ്റെ ക്യാമറ തിരിഞ്ഞു പോയതാണോ ഇനി എന്ത് സംഭവിച്ചതാണോ എന്ന് എനിക്കറിയത്തില്ല. തിരിഞ്ഞു പോയിട്ടില്ലാന്ന് തോന്നുന്നു. അമ്മ ചെരുപ്പ് ഊരാൻ വേണ്ടി വന്നപ്പോൾ പിടിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അച്ഛൻ്റെ കൂടെ പോയി. പിന്നെ ആ അങ്കിളിൻ്റെ 2 മക്കളും ഞങ്ങളുടെ കൂടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാളുടെ പേര് ശ്രേയ, ഒരാളുടെ പേര് സ്മൃതി എന്നാണ്. ദേവു ശ്രേയ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരാൾ എൻ്റെ ചേച്ചീൻ്റെ സെയിം ഏജാണ്, ഒരാൾ 4th കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിനകത്തോട്ട് കയറി. ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ചക്കുളത്ത് കാവിൽ വരുന്നത്. ആദ്യമായിട്ട് ആയതുകൊണ്ട് കുറച്ച് പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫാമിലി ആയിട്ട്. പിന്നെ ഞങ്ങൾ നടന്ന് പോകുകയാണ്. ഇവിടെ വലിയ ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ കുറേ കാണാനൊക്കെ ഉണ്ട്. കുറേ കാണാനുണ്ടെന്ന് വെച്ചാൽ കുറേ കാണാൻ, അത്രയ്ക്കും വലിയൊരു കാവാണ് കേട്ടോ ചക്കുളത്ത് കാവ്. അപ്പോൾ അങ്ങനെ അവിടെ എത്തിയപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല മഴക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ടൊന്ന് മഴ ചാറിയിട്ട് തിരിച്ചു പോയി. പിന്നെ വലിയ മഴക്കാർ വീണ്ടും വന്നു കേട്ടോ. പിന്നെ അച്ഛനും അമ്മമ്മയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, അവർ വീട്ടിൽ തന്നെയാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കങ്ങനെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ട്രെയിനിലൊക്കെ വന്നതിനെ കൊണ്ട് നല്ല ക്ഷീണമായിരുന്നു. ഒന്ന് ഉറങ്ങിയാൽ മതി എന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുളത്തുനിന്ന് കാലൊക്കെ കഴുകി. മെല്ലെ പിടിച്ച് പോയില്ലെങ്കിൽ വഴുതി അടിച്ച് വീഴും. അപ്പോൾ ഞാൻ മെല്ലെ പിടിച്ചാണ് കഴിഞ്ഞത്, അമ്മമ്മമാരൊക്കെ ചെയ്യുന്നത് പോലെ. അമ്മയ്ക്ക് അങ്ങനെ ഭയങ്കര ടെൻഷനായിരുന്നു. വീഴല്ലേ, മെല്ലെ പിടിച്ച് കയറിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിതാ കയറി. കുളത്തുനിന്ന് കയറി അമ്മേനോട് എന്തൊക്കെയോ പറഞ്ഞു. ആ കുളത്തിൽ മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഗപ്പിക്കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു, കുഞ്ഞു ഗപ്പികളും വേറെ എന്തൊക്കെയോ മീനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് അങ്ങോട്ടിൽ ആ ചക്കുളത്ത് കാവിൽ തന്നെ അങ്ങോട്ടൊരു ക്ഷേത്രമുണ്ട്.
ക്ഷേത്രമല്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ എന്തോ ഒരു കുഞ്ഞു കാവ് പോലത്തെ സംഭവമുണ്ട്. അവിടെ പോയപ്പോഴത്തേക്കും അമ്മയും അമ്മമ്മയും അവിടെ പെട്ടുപോയി. ലാസ്റ്റ് ഞാൻ കുടയൊക്കെ എടുത്ത് അവരെ രണ്ടുപേരെയും പോയി കൂട്ടിയിട്ട് വന്നു. പിന്നെ ഞങ്ങൾ ഒരു വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പം ചായയൊക്കെ കുടിച്ച് അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ ഒരു ചായക്കടയിൽ കയറി അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി ഞങ്ങൾക്ക് വേറെ ഒരു അമ്പലത്തിലും കൂടി പോകാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ചക്കുളത്ത് കാവുന്ന് ഇറങ്ങുകയാണ്. അമ്മയും സ്വപ്ന ആൻറ്റിയൊക്കെ നല്ല അടിപൊളി കത്തിയടിയിലാണ്. അതിനിടയ്ക്ക് ഞങ്ങൾ പിള്ളേരൊക്കെ മുമ്പിൽ നടന്നു. നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴ പോയപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുടയൊക്കെ പിടിച്ചാണ് പോയത്. അങ്ങനെ അമ്പലത്തിൻ്റെ അകത്ത് ഞങ്ങളുടെ കണ്ണ് വെട്ടിക്കാൻ വേണ്ടി കുറേ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ അമ്പലം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മളെ കണ്ണൂരുള്ള പറശ്ശിനിക്കടവ് അമ്പലം കേട്ടോ. അവിടെ ഇങ്ങനെ എൻട്രൻസിൽ തന്നെ ഇതേപോലെ ഈ ഒരു സെറ്റപ്പ് തന്നെയാണ്. ഇപ്പോൾ പെട്ടെന്ന് ഞാൻ അമ്മേനോട് പറഞ്ഞു, എനിക്ക് അമ്മ പറശ്ശിനിക്കടവാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. പിന്നെ നമ്മളെ കുഞ്ചൻ നമ്പ്യാർ എന്തോ ഓട്ടം തുള്ളലോ ഇതിനിടയിൽ ഉറങ്ങിപ്പോയപ്പോൾ എല്ലാവരും കളിയാക്കി. എന്നിട്ട് വേറെ ഏതോ തുള്ളലിനടുത്ത് എന്തോ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. മറ്റേ മ്യൂസിയത്തിലൊക്കെ വെക്കുന്ന പോലത്തെ ഒരു വലിയ എന്തോ പേര് പറയുന്നു ഗൈസ്, ഞാൻ മറന്നുപോയി, അതിന് പേര് മറന്നുപോയി. അപ്പം മഴയായിട്ട് 3 പേരൊക്കെ ആയിട്ടാണ് കുടയിൽ വരുന്നത്, 3-4 പേരൊക്കെ ആയിട്ടാണ് കുടയിൽ വരുന്നത്. പിന്നെ അവിടെ ദീപം കത്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു എനിക്കും കത്തിക്കാൻ പറ്റുമെന്നും. പക്ഷേ അമ്മ പറഞ്ഞു അത് ഇവിടെ ഇങ്ങനെ എന്തോ നേർപ്പിച്ചിട്ടെന്നല്ല, എന്തോ ഒരു പുഷ്പാഞ്ജലി പോലത്തെ സംഭവം കഴിപ്പിച്ചിട്ട് ഇങ്ങനെ കത്തിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരു സ്ഥലത്തിങ്ങനെ കൂടി നിന്നു. കാരണം നല്ല മഴയായിരുന്നു, അപ്പുറത്തോട്ട് പോകാൻ പോലും പറ്റാത്ത നല്ല മഴയായിരുന്നു കേട്ടോ. മഴ ചെറുതായിട്ടൊന്ന് ചോർന്നപ്പോൾ ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. പിന്നെ വിളക്കൊക്കെ കത്തിക്കുന്ന കുറേ സമയം നോക്കി നിന്നു. അതും വലിയ അമ്പലപ്പുഴയും വലിയ കാവാണെന്നറിയാലോ. പിന്നെ തിരിച്ചിറങ്ങി. ഞാൻ അതിനിടയ്ക്ക് ഒരു ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട്. മൗലിയിൽ മയിൽപ്പീലി നന്ദനം സിനിമയിലൊരു സോങ് വെച്ചൊരു അടിപൊളി ഡാൻസൊക്കെ കളിച്ചു. പിന്നെ ഫാൻസിയിൽ നിരങ്ങി കുറച്ച് കമ്മലെടുത്തു, മാലയെടുത്തു, അങ്ങനത്തെ അതും ഇതൊക്കെ സംഭവങ്ങളൊക്കെ എടുത്തു. അമ്മയാണെങ്കിൽ പറയുന്നു പിന്നെ വാങ്ങിത്തരാം, അമ്മ പിന്നെ വാങ്ങിത്തരാം, അവിടെ നിന്ന് വാങ്ങിത്തരാം, ഇവിടെ നിന്ന് വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ ഇതൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല, വാങ്ങിച്ചു. പിന്നെ മറ്റേ പോക്കിമോൻ കാർഡിന് പകരം ബാർബീൻ്റെ എന്തോ ഒരു 10 രൂപയുടെ കാർഡ് വാങ്ങി. അത് മാത്രമേ ഞാൻ വാങ്ങിച്ചുള്ളൂ. പിന്നെ 2 കമ്മൽ മാത്രമേ വാങ്ങിച്ചുള്ളൂ. ഇതിനാണ് അമ്മ പിന്നെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ചേച്ചി കുറേ കമ്മൽ വാങ്ങി, കൺമശൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചേച്ചിക്കും അമ്മക്കൊക്കെ കമ്മലിനോട് ഭയങ്കര ക്രേസാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകുമ്പോഴത്തേക്കും നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി കളക്ഷൻസ് ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നു. മാലയും കമ്മലും ബ്രേസ്ലെറ്റും അങ്ങനെയൊക്കെ നല്ല അടിപൊളി ജുംകാസൊക്കെ ഉണ്ടായിരുന്നു. ജുംകാസ് അല്ലാതെ സ്റ്റഡും മുത്തുമാലയും വളയും ബ്രേസ്ലെറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ആയിരുന്നു കേട്ടോ കാണാനൊക്കെ. പിന്നെ കളിപ്പാട്ടത്തിൻ്റെ കാര്യം പറയേ വേണ്ട. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാറിലെ ലൈറ്റ് ഓൺ ആക്കിയപ്പോൾ അമ്മ അത് ഓഫാക്കിയിട്ടു. പിന്നെ ഇരുട്ടത്താണ് ഞങ്ങൾ വീഡിയോ എടുത്തത്. പിന്നെ അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം പോയിട്ട് നല്ല അടിപൊളി ഫ്രഷായി. ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ കുളിച്ചുകൊണ്ട് ജസ്റ്റ് മേല് മാത്രം കഴിയിട്ട് ഞാൻ തല അവിടെ കെട്ടി വെച്ചു. അപ്പോൾ ഞങ്ങൾ രാത്രിത്തേക്കുള്ള ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങാൻ പോയി. അപ്പോൾ പാർട്ട് 2 വീഡിയോ വരുന്നുണ്ട് കേട്ടോ.